ഹലോ, ഇതൊരു വാട്ട് ഐ എയ്റ്റിൻ്റെ ഡേ ആണ്. ഇത് ഞാൻ കഴിച്ച ഐറ്റംസ് അല്ല ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സാറയുടെ ഒരു ദിവസം മോള് കഴിച്ച ഐറ്റംസ്. അപ്പം ഇത് അവൾക്ക് സ്നാക്ക് ബോക്സിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കിയതാണ്. അപ്പോൾ ആ വീഡിയോ ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതുകൊണ്ട് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. പിന്നെ ബ്രേക്ക്ഫാസ്റ്റിന് മോള് കഴിച്ചത് ഒരു സ്ലൈസ് ബ്രെഡാണ്. അപ്പോൾ അത് ബട്ടറും ജാമും കൂടി സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഒരു സ്ലൈസ് ബ്രെഡാണ് സാറയുടെ ബ്രേക്ക്ഫാസ്റ്റായിട്ട് അവൾ കഴിച്ചത്. അപ്പോൾ കഴിക്കാൻ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഉറക്കമൊക്കെ എണീറ്റിട്ട് നിർബന്ധിച്ച് കഴിപ്പിച്ചിട്ട് സ്കൂളിൽ വിട്ടു. അപ്പോൾ സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഗ്ലാസ് പാൽ കുറച്ച് ലൈറ്റായിട്ട് ഇടയ്ക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുക്കും, ഇടയ്ക്ക് പാൽ കുടിക്കും, ഇടയ്ക്ക് മടിയാണ്. അപ്പോൾ കുറച്ച് ചെറിയ വളരെ പൊടിക്ക് തേയിലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഗ്ലാസ് പാലും അതുപോലെ തന്നെ 2 ഇഡ്ഡലിയും കുറച്ച് സാമ്പാറും, അതാണ് മോൾക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി എടുത്തിരിക്കുന്നത്. ഇനി ഇതാണ് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി കഴിപ്പിക്കുകയാണ്. അപ്പം കസേരയിലൊക്കെ ഇരുത്തി കഴിക്കാൻ പറഞ്ഞ് വിളമ്പി കൊടുത്തതാണ്. അപ്പോൾ അവളുടെ ഒരു കുളിയൊക്കെ കഴിഞ്ഞു. സ്കൂൾ വിട്ട് വന്ന ഉടനെ കുളിക്കാൻ കയറ്റി. ഒരു കുളിപ്പീരൊക്കെ കഴിഞ്ഞതിന് ശേഷം അവളുടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. അപ്പോൾ ആദ്യം പാല് വേണ്ട, വെള്ളം കുടിക്കാൻ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഗ്ലാസ് വെള്ളം വാങ്ങിച്ച് കുടിച്ചു. അതിന് ശേഷം എന്ത് ചെയ്തു, ഈ പാലും അതുപോലെ തന്നെ ഇഡ്ഡലിയും കഴിച്ചു. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എന്ത് ചെയ്തു, സ്നാക്സ് എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവളുടെ സ്കൂളിൽ കൊടുത്തു വിട്ട സ്നാക്ക് ബോക്സിൽ ബാക്കിയുണ്ടായിരുന്ന സ്നാക്സ് തന്നെ കൊടുത്തു. അപ്പോൾ ഒരു സ്ലൈസ് ബ്രെഡും ഒരു പീസ് ബ്രെഡും അതുപോലെ തന്നെ കുറച്ച് വേഫേഴ്സും കുറച്ച് ആപ്പിളും കൊടുത്തു. അതിനുശേഷം ലഞ്ച് ടൈം ആയപ്പോൾ അവൾക്ക് ലഞ്ചായിട്ട് എടുത്തിരിക്കുന്നത് കുറച്ച് ചോറും അതുപോലെ തന്നെ ഒരു പീസ് ചിക്കൻ കറിയിൽ നിന്ന് എടുത്ത ഒരു പീസ് ചിക്കനും പിന്നെ കുറച്ച് ബീട്രൂട്ട് മെഴുക്ക് പുരട്ടിയും പിന്നെ സാറയുടെ ഭയങ്കര ഫേവറേറ്റാണ്. സാറയുടെ ഫേവറേറ്റായിട്ടുള്ള കുറച്ച് ചമ്മന്തിപ്പൊടി അവൾക്ക് ഭയങ്കര ഫേവറേറ്റാണ്. ചോറുണ്ണുമ്പോഴും അവൾ ചമ്മന്തിപ്പൊടി കൂട്ടാറുണ്ട്. കഞ്ഞിയുടെ കൂടെ ആകുമ്പോൾ ഉപ്പും ചമ്മന്തിപ്പൊടിയും മാത്രമാണെങ്കിലും കഞ്ഞി കുടിച്ചോളും. പിന്നെ ഒരു പപ്പടം വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഏറ്റവും ലാസ്റ്റ് വെച്ചത് ചിക്കൻ കറിയുടെ കുറച്ച് ഗ്രേവിയും കൂടെയാണ്. അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ടാണ് സാറയുടെ ഇന്നത്തെ ലഞ്ചെന്ന് പറയുന്നത്. ഇതൊക്കെയാണ് മോള് കഴിച്ചിരുന്നത്. അപ്പോൾ ചോറ് ഒറ്റയ്ക്കുള്ള ചെറിയ മടിയാണ്. അപ്പോൾ ഇതിപ്പോൾ വിളമ്പിയതിന് ശേഷം ഞാനിപ്പോൾ വാരി കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ സാറയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് എപ്പോഴും എന്തെങ്കിലുമൊക്കെ വെജിറ്റബിൾസ് ഫുഡിൽ ഉൾപ്പെടുത്തും. ഇപ്പം ബീൻസ് ആണെങ്കിലും ക്യാരറ്റ് ആണെങ്കിലും ക്യാബേജ് ബീട്രൂട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റംസ് ഞാൻ എനിക്ക് വേണ്ടെങ്കിൽ പോലും മോൾക്ക് വേണ്ടിയിട്ട് ഞാൻ കൂടുതൽ ഉൾപ്പെടുത്തും. അപ്പോൾ ഞാൻ അവൾക്ക് അവളുടെ ചോറെടുത്ത് വാരി കൊടുക്കുകയാണ്. അപ്പം അപ്പമൊക്കെ ആകുമ്പം ദോശയും അപ്പമൊക്കെ ആകുമ്പോഴത്തേനും തന്നെ കഴിച്ചോളും. ചോറാകുമ്പോൾ അത് വെച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് കഴിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് വാരി കൊടുത്തതാണ്. അപ്പം ചോറൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെയും എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാനൊരു ആപ്പിൾ എടുത്ത് കട്ട് ചെയ്ത് കൊടുത്തതാണ്. അപ്പോൾ സാറ കഴിക്കുന്നത് കണ്ടപ്പോൾ സൈറാക്കും വേണം. അപ്പോൾ ഞാൻ 2 മക്കൾക്കും വീതിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സ്നാക്സ് ചോദിക്കും. അപ്പം എപ്പോഴും സ്നാക്സ് കൊടുക്കാറില്ല. ഇങ്ങനെ ഇടയ്ക്ക് ചോദിക്കുമ്പോഴത്തേനും കൂടുതലും ഇടയ്ക്കൊക്കെ ഫ്രൂട്ട്സ് ഇൻക്ലൂഡ് ചെയ്യാറുണ്ട്. എങ്കിലും സ്നാക്സും കൊടുക്കാറുണ്ട്, ഫ്രൂട്ട്സും കൊടുക്കാറുണ്ട്. ഫ്രൂട്ട്സും കൂടി കഴിപ്പിക്കാൻ മാക്സിമം നോക്കും. പിന്നെ ഒരു ഈവനിങ് ടൈമൊക്കെ ആയപ്പോഴത്തേനും ഒരു ഏത്തപ്പഴം പഴുത്തതിരുന്നു. അപ്പോൾ അത് എണ്ണയിലിട്ട് ഒന്ന് പൊരിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ നഗ്ഗറ്റ്സ് അതുപോലെ തന്നെ ഹോം മെയ്ഡ് മയണൈസ് ഇത് ഇക്കാക്ക് വേണ്ടിയിട്ട് ഞാൻ റെഡിയാക്കിയതാണ്. അപ്പോൾ അതിൽ നിന്നും സാറാക്ക് കുറച്ച് മയണൈസും 2 നഗ്ഗറ്റ്സും കൊടുത്തു. അപ്പോൾ സാറ സ്നാക്സായിട്ട് ഈവനിങ്ങിന് ചെറുതായിട്ട് അതും കഴിച്ചു. എന്നിട്ട് നമ്മുടെ ഐറ്റംസൊക്കെ ഞാൻ ടേബിളിലേക്കൊന്ന് സെറ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ മോൾക്ക് ഞാൻ കൂടുതലായിട്ട് കൊടുത്തത് ഏത്തപ്പഴം പൊരിച്ചതാണ്. പിന്നെ സാറയുടെ ഡിന്നറിന് അപ്പം ഇത് സാറായ്ക്ക് വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഞാൻ വളരെ ചൂട് അപ്പം ഞാൻ വാരി കൊടുക്കാനായിട്ട് സാറായ്ക്ക് വേണ്ടി എടുത്തതാണ്. ചൂട് പുട്ടും അതുപോലെ തന്നെ ചിക്കൻ കറിയുമായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് മോളുടെ ഇന്നത്തെ ഫുഡ്.